അപ്പോൾ ഇതാണ് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ പേജ്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ പേജാണ്. അല്ലാതെ നമ്മൾ ഒരു ഏജൻസി വഴിയുമല്ല അപ്ലൈ ചെയ്യുന്നത്. നമുക്കിത് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ വിസയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സബ് ക്ലാസ് 462 വർക്ക് ആൻഡ് ഹോളിഡേ വിസ. ഇതിൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഡീറ്റെയിൽസ് മാത്രം വെച്ച് നോക്കാതെ ഇതെല്ലാം വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഈ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് സെക്കൻഡ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ, തേർഡ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്നൊക്കെ. ഇതൊക്കെ ആദ്യത്തെ വർക്ക് ആൻഡ് ഹോളിഡേ വിസയിൽ വന്ന് അവിടെ എലിജിബിൾ ആയിട്ടുള്ള ഒക്കുപ്പേഷൻസ് ചെയ്തവർക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള, ഈ ടൈം പീരീഡ് കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ സെക്കൻഡ് ആൻഡ് തേർഡ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ. ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. ഇവിടെ സ്റ്റേ 12 months, കോസ്റ്റ് AUD 670. അത് കണ്ടിട്ട് ആരും പേടിക്കേണ്ട. AUD 670 എന്ന് പറയുന്നത് വിസയിൽ എലിജിബിൾ ആണെങ്കിലുള്ള ഫീസാണ്. നമുക്ക് ഈ ബാലറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വെറും 25 AUD ഓസ്ട്രേലിയൻ ഡോളേഴ്സേ ആവുന്നുള്ളൂ. അത് ഏകദേശം ഒരു 1500 രൂപയെ താഴെ, 1420 റേഞ്ചിലെ ഇന്നത്തെ റേറ്റ് വെച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വർക്ക് ആൻഡ് ഹോളിഡേ വിസയുടെ പേജിലേക്ക് പോകും. ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ഒന്നുകൂടെ പറയുന്നു, എല്ലാം വായിച്ച് നോക്കുക. ഈ ഹോളിഡേ വിസ പല കൺട്രിയിൽ നിന്നുള്ള ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. എലിജിബിൾ കൺട്രി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ കൺട്രി എലിജിബിൾ ആണോന്ന്. പക്ഷേ ഇന്ത്യ എലിജിബിൾ ആണ്, ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. ഇന്ത്യ, ചൈന, വിയറ്റ്നാം, നമുക്കിവിടെ കാണാവുന്ന പോലെ ഇന്ത്യ, ചൈന, വിയറ്റ്നാം എന്നീ കൺട്രീസിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഒരു വിസ പ്രീ ആപ്ലിക്കേഷൻ പ്രോസസ്സ്, ഒരു ബാലറ്റ് പ്രത്യേകമായിട്ട് കൊടുത്തേക്കുന്നത്. ആ ബാലറ്റിലാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഓൾറെഡി ഇവിടെ ഇല്ലാത്തവർക്ക്, ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ താഴെ ക്രിയേറ്റ് ഇമി അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അവിടെ ജസ്റ്റ് ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. സെൻഡ് വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് വെച്ച് രജിസ്റ്റർ ചെയ്യുക. ഫാമിലി നെയിം, നമ്മുടെ പേര്, നമ്മുടെ ഫോൺ നമ്പർ, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. അടുത്ത നമ്മുടെ ഇമെയിൽ ID ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇമെയിൽ ID അല്ലാതെ മറ്റൊരു യൂസർ നെയിമാണ് വേണ്ടതെങ്കിൽ ആ യൂസർ നെയിം അവിടെ അടിച്ചു കൊടുക്കുക. പിന്നെ പാസ്വേഡ് പലർക്കും ഇത് റെഡിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ റിക്വയർമെൻറ്റ്സിലുള്ള പാസ്വേഡ് തന്നെ അടിച്ചു കൊടുക്കണം. മിനിമം 14 ക്യാരക്ടർ ഉണ്ടാവണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ലോവർ കേസ് ഉണ്ടാവണം, ഒരു അപ്പർ കേസ് ഉണ്ടാവണം, പിന്നെ ഡിജിറ്റ്സ്, നമ്പേഴ്സ് ഉണ്ടാവണം അതിൽ. അങ്ങനെ ഉള്ളൊരു ക്രൈറ്റീരിയയിലുള്ളൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ്സ് അടിച്ചതിന് ശേഷം ഇവിടെ കുറച്ച് സീക്രട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചോദിക്കുന്നുണ്ട്. നമ്മൾ പാസ്വേഡ് എന്തെങ്കിലും കാരണത്താൽ മറന്നുപോയാൽ നമുക്കത് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അത് എന്തെങ്കിലുമൊക്കെ കൊടുത്തോളുക. ലൈക്ക് വാട്ട് ഈസ് യുവർ നെയിം ഓഫ് യുവർ ഫേവറേറ്റ് ടീച്ചറിനോ, വേർ യു ബോൺ എന്നുള്ളതോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. ഞാൻ ഇത് ഓൾറെഡി വായിച്ചിരിക്കുന്നതുകൊണ്ടാണ് വെറുതെ ചെക്ക് ചെയ്ത് വിടുന്നത്. നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചതിന് ശേഷം മാത്രം ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുക. നമുക്കൊരു ഒത്തൻറ്റിക്കേഷൻ ആപ്പ് വേണം എന്ന് പറയുന്നുണ്ട്. ഈ ആപ്പ് കമ്പൽസറിയാണ്. മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഏത് ആപ്പാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ആപ്പ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഏതെങ്കിലും ഒതൻറ്റിക്കേറ്റർ ആപ്പ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടും ചെയ്യാം. നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഒതൻറ്റിക്കേറ്ററോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒതൻറ്റിക്കേറ്ററോ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ കിട്ടുന്നതാണ്. അപ്പം നിങ്ങളുടെ ഫോണിൽ അത് ചെയ്യാവുന്നതാണ്. എനിക്ക് ഓൾറെഡി ഒരു ആപ്പുണ്ട്. ഞാനതുകൊണ്ട് ഓൾറെഡി ഹാവ് ആൻ ഒതൻറ്റിക്കേറ്റർ ആപ്പ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുന്നു. അടുത്തത് എങ്ങനെ ഈ ഇമിഗ്രേഷൻ അക്കൗണ്ടും ഒതൻറ്റിക്കേറ്റർ ആപ്പും കൂടെ കണക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം ഒതൻറ്റിക്കേറ്റർ ആപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലൊരു പ്ലസ് സൈൻ ഉണ്ടാവും. ആ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ
ഈ QR കോഡ് നിങ്ങളിപ്പം കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വെച്ച് QR കോഡ് സ്കാൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷെയർഡ് സീക്രട്ട് കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഷെയർഡ് സീക്രട്ട് കോഡ് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഒതൻറ്റിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗൂഗിളിൻ്റെ ഒരു ഒതൻറ്റിക്കേറ്റർ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ജസ്റ്റ് ആഡ് എ കോഡ് സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടവർക്ക് അത് സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റർ എ സെറ്റപ്പ് കോഡ് കൊടുക്കുക. കോഡ് നെയിം നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓസ്ട്രേലിയ എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പേര് ആഡ് ചെയ്യാം. യുവർ കീ എന്ന സ്ഥലത്താണ് നമ്മൾ നമ്മുടെ അവിടെ നിന്ന് കിട്ടിയ കോഡ് അടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ടൈപ്പ് ഓഫ് കീ എന്നുള്ളത് ടൈം ബേസ്ഡ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആഡ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഒതൻറ്റിക്കേറ്റർ ആപ്പിൽ കോഡ് വന്നിട്ടുണ്ട്. ഇത് ഒരു OTP പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ സമയം കാണാം. ആ സമയം തീരുമ്പോൾ പുതിയ പുതിയ കോഡുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കോഡ് കോപ്പി ചെയ്യുക. നേരെ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന പേജിലേക്ക് പോവുക. നെക്സ്റ്റ് അടിക്കുക. അവിടെ 6 ഡിജിറ്റ് കോഡ് നമുക്ക് ഒതൻറ്റിക്കേറ്റർ ആപ്പിൽ നിന്ന് കിട്ടിയ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. സോ നമ്മുടെ ഇമി അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ലോഗിൻ പേജിലേക്ക് വരിക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒതൻറ്റിക്കേറ്ററിൽ ഒരു കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കോഡ് അവിടെ പോയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. സോ ഇവിടെ വർക്ക് ആൻഡ് ഹോളിഡേ വിസയുടെ ഒരു ചെറിയ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിസ, വർക്കിംഗ് ഹോളിഡേ മേക്കർ. ഇവിടെ 462 ആൻഡ് 417 കൊടുത്തിട്ടുണ്ട്. 462 ആണ് നമ്മുടെ വിസ. പക്ഷേ ഇവിടെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ, വിയറ്റ്നാം, ചൈന പോലുള്ള ചില കൺട്രീസിന് ഒരു പ്രീ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഉണ്ട്, ഒരു ബാലറ്റ് പ്രോസസ്സ്. അത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയാണ്, വിസ പ്രീ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ. ഇവിടെ പോയിട്ട് താഴോട്ട് പോകുമ്പോൾ രജിസ്ട്രേഷൻ വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ പോവുക. സോ ഈ പ്രൈവസി പോളിസീസും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം മുമ്പിലേക്ക് പോവുക. ഫാമിലി നെയിമും ഗിവൺ നെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുക. എൻ്റെ പാസ്പോർട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാഷണൽ ID നമ്പർ. ഇവിടെ ഒത്തിരി പേര് മിസ്റ്റേക്ക് വരുത്തുന്നൊരു സ്ഥലമാണ്. നാഷണൽ ID നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡല്ല, നിങ്ങളുടെ പാൻ കാർഡ് തന്നെ അടിച്ചു കൊടുക്കണം. പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുത്തു. ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഡിക്ലറേഷൻസ് ഉണ്ട്. ഈ ഡിക്ലറേഷൻസ് എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം റിവ്യൂ ചെയ്യുക. നമ്മൾ അടിച്ചു കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം റിവ്യൂ ചെയ്യാനുള്ള ഒരു പേജാണിത്. അപ്പോൾ അത് ഡീറ്റെയിൽസ് എല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം പേ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. സോ പേ ആൻഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ റെഫറൻസ് നമ്പറും എത്രയാണ് പേ ചെയ്യേണ്ടത് 25 AUD ഞാൻ ഓൾറെഡി പറഞ്ഞു, 1400 സംതിങ് രൂപ വരും. പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് പലതുണ്ട്. നിങ്ങൾക്ക് പേപ്പാൽ, യൂണിയൻ പേ, BPay പോലത്തെ ഓപ്ഷൻസ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആക്കിയിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ OTP അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ്. അപ്പം കൺഫർമേഷൻ വരുന്ന പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഇത് ചെയ്തതിന് ശേഷം ഒരു മെയിൽ കിട്ടുന്നതാണ്. ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ബാലറ്റിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി എന്നുള്ളൊരു മെയിൽ കിട്ടുന്നതാണ്. ഈ ബാലറ്റ് പ്രോസസ്സ് ഈ വരുന്ന 15-ാം തീയതിയാണ് തീരുന്നത്. 15-ാം തീയതി ബാലറ്റ് പ്രോസസ്സ് ക്ലോസ് ആയതിനു ശേഷം അവർ സെലക്റ്റഡ് ആയവർക്ക് മെയിൽസ് അയച്ചു തുടങ്ങുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും മെയിൽ വന്നെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതൊരു 1 ഇയർ നിലനിൽക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ പൈസ അടച്ച് ചെയ്യുന്നത്. അപ്പം ഒരാൾക്ക് വന്നു മറ്റൊരാൾക്ക് വന്നില്ല എന്നോർത്ത് പേടിക്കേണ്ട. 1 വർഷം നീണ്ടു എന്ന് പറഞ്ഞ് ബാലറ്റ് പ്രോസസ്സിൽ സെലക്റ്റഡ് ആകുന്നവർക്കെല്ലാം മെയിൽ വരുന്നതാണ്. സോ പൈസ പേ ചെയ്യുക, അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.